നമസ്കാരം. തിരുരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ചെമ്മാടിന്റെ ഹൃദയഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ 365 സുവർണ ദിനങ്ങൾ. ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കിടിലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു. ജൂലൈ 31 നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു. 2ാം സമ്മാനമായി വാഷിംഗ് മെഷീൻ, 3ാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ്. മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ സമ്മാനം. ക്രാഫ്റ്റഡ് വിത്ത് ട്രഡീഷണൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്. നന്നമ്പ്ര സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് ഒരു സീറ്റ് നൽകാൻ ബാങ്ക് ഭരണത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് ഐ വിഭാഗം തീരുമാനിച്ചു. ഇതോടെ നേരത്തെ എ വിഭാഗവുമായി ചേർന്ന് UDF ആയി മത്സരിക്കാൻ പത്രിക നൽകിയ മുസ്ലിം ലീഗ് ബാങ്ക് ഭരിക്കുന്ന ഐ വിഭാഗവുമായി ചേർന്ന് മത്സരിക്കുവാൻ തീരുമാനിച്ചു. നന്നമ്പ്ര സർവീസ് സഹകരണ ബാങ്കിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് മുസ്ലിം ലീഗിന് ബാങ്കിൽ കോൺഗ്രസ് സീറ്റ് നൽകുന്നത്. എ വിഭാഗക്കാരനായ UDF ചെയർമാനെ സ്ഥാനത്തു നിന്നു മാറ്റാൻ സഹായിക്കാമെന്ന ഉറപ്പിലാണ് ഐ വിഭാഗം ലീഗിന് സീറ്റ് നൽകിയത് എന്നാണ് അറിയുന്നത്. ഇതോടെ ലീഗിന്റെ മറ്റു സ്ഥാനാർത്ഥികളെ മരവിപ്പിക്കുവാനും തീരുമാനിച്ചു. രൂപീകരണ കാലം മുതൽ കോൺഗ്രസ് ഭരിക്കുന്ന സർവീസ് സഹകരണ ബാങ്ക് കുറെ കാലമായി ഐ വിഭാഗത്തിന്റെ കൈവശമാണ് ഉള്ളത്. ലീഗും കോൺഗ്രസും പരസ്പരം മത്സരിച്ചിരുന്ന പഞ്ചായത്തിൽ ഇപ്പോൾ UDF ആയാണ് ഭരണം നടത്തുന്നത്. കോൺഗ്രസിന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും 7 സീറ്റും ബ്ലോക്ക് സീറ്റും നൽകിയിരുന്നു. ഇതിൽ 5 സീറ്റിൽ കോൺഗ്രസ് വിജയിച്ചു. കാലങ്ങളായി ശത്രുതയിലായിരുന്ന ലീഗ് കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്തിൽ UDF ആയതോടെ ശത്രുത മറന്ന് ഒന്നിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് ഭരണസമിതിയിൽ സീറ്റ് വേണമെന്ന് കഴിഞ്ഞ തവണ ലീഗ് ആവശ്യപ്പെട്ടെങ്കിലും അടുത്ത തവണ നൽകാമെന്ന് പറഞ്ഞ് മടക്കി. എന്നാൽ ഇത്തവണയും സീറ്റ് നൽകാൻ തയ്യാറായിരുന്നില്ല. പഞ്ചായത്തിൽ ഔദ്യോഗിക സ്ഥാനങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ ഏതെങ്കിലും ഒന്ന് കിട്ടാൻ ലീഗ് ഇടപെടണം എന്നതായിരുന്നു ഐ വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ ഇതിൽ ഇടപെടാൻ കഴിയില്ലെന്ന് ലീഗ് നേതൃത്വം അറിയിക്കുകയായിരുന്നു. തുടർന്ന് എ വിഭാഗവുമായി ചേർന്ന് മത്സരിക്കുവാൻ ലീഗ് തീരുമാനിച്ചു. എന്നാൽ മണ്ഡലം UDF ചെയർമാനും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ NV മൂസക്കുട്ടി നേതൃത്വം നൽകുന്ന VS ജോയ് വിഭാഗത്തിൽ നിന്ന് 5 സീറ്റും മണ്ഡലം പ്രസിഡന്റ് ഷാഫി പൂക്കേൽ നേതൃത്വം നൽകുന്ന ആരാണ ഷൗക്കത്ത് വിഭാഗത്തിൽ നിന്ന് 2ഉം ലീഗിന് 4ഉം RSPക്ക് 2ഉം എന്നിങ്ങനെയായിരുന്നു സ്ഥാനാർത്ഥികളെ നൽകാനായിരുന്നു തീരുമാനം. എന്നാൽ RSP പിന്മാറിയതിനാൽ ലീഗും കോൺഗ്രസും ഓരോ സീറ്റുകൾ കൂടി നൽകാൻ തീരുമാനിച്ചു. ലീഗിന്റെ 5 പേർ പത്രിക നൽകിയിരുന്നു. എന്നാൽ മണ്ഡലം പ്രസിഡന്റ് ഒറ്റ സ്ഥാനാർത്ഥിയെയും നൽകിയില്ല. അവസാന നിമിഷമായതിനാൽ കഴിയില്ല എന്ന് അറിയിക്കുകയായിരുന്നു അത്രേ. UDF ചെയർമാന്റെ വിഭാഗത്തിനും മുഴുവൻ സ്ഥാനാർത്ഥികളെ ഒപ്പിക്കുവാൻ സാധിച്ചിരുന്നില്ല. 4 പേർ മാത്രമാണ് ഇവരുടെ വിഭാഗത്തിൽ നിന്ന് പത്രിക നൽകിയത്. അതേസമയം ഐ വിഭാഗം മുഴുവൻ സീറ്റിലേക്കും പത്രിക നൽകിയിരുന്നു. മുഴുവൻ സീറ്റിലേക്കും സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയാത്തതിൽ കോൺഗ്രസിനോട് ലീഗ് പ്രതിഷേധമറിയിക്കുകയും ചെയ്തു. കോൺഗ്രസിലുള്ള വിശ്വാസ്യത ലീഗിന് നഷ്ടമാവുകയും ചെയ്തു. ഇതിനിടെ ഐ വിഭാഗവുമായി ലീഗ് ചർച്ച നടത്തിയെങ്കിലും മുഴുവൻ സ്ഥാനാർത്ഥികളും പത്രിക നൽകിയതിനാൽ ഇനി സീറ്റ് നൽകാനാവില്ലെന്ന് ഇവർ തീർത്തു പറഞ്ഞു. ഇതോടെ ലീഗ് കമ്മിറ്റി UDF നേതൃത്വത്തെ പ്രതിഷേധമറിയിക്കുകയായിരുന്നു. ഇതിനിടെ മുസ്ലിം ലീഗിന്റെ മുൻ ഭാരവാഹികളിൽ ചിലരെ ഉപയോഗിച്ച് ലീഗിന്റെ നോമിനേഷൻ പിൻവലിക്കുവാൻ ശ്രമം നടത്തി. പിൻവലിക്കാൻ തീരുമാനിച്ചെങ്കിലും അവസാന നിമിഷം നിലവിലെ ഭാരവാഹികൾ ഇടപെട്ട് എന്തു വന്നാലും പിൻവലിക്കാൻ പറ്റില്ലെന്നും തോൽവി ഉറപ്പാണെങ്കിലും മത്സരം നടത്തണമെന്നും തീരുമാനിക്കുകയായിരുന്നു. ഇതോടെ ലീഗിലെ എല്ലാവരും ഈ തീരുമാനത്തിൽ എത്തേണ്ടി വന്നു. മാത്രമല്ല പഞ്ചായത്ത് UDF കമ്മിറ്റിയിലുള്ള ഐ വിഭാഗം പ്രതിനിധികളെ മാറ്റണമെന്ന് ആവശ്യപ്പെടുവാനും വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ വിഭാഗത്തെ UDFൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്ന് അറിയിക്കുവാനും ലീഗ് നേതൃത്വം ധാരണയിലെത്തി. തുടർന്ന് ഈ വിവരം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. ഇതോടെ UDF ചെയർമാൻ അജയ് മോഹൻ, KP മജീദ് MLAയും മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി K കുഞ്ഞിമരക്കാർ, നിലവിലെ ഭാരവാഹികൾ എന്നിവരെ ബന്ധപ്പെടുകയും വീണ്ടും ചർച്ച നടത്തുവാനും തീരുമാനിച്ചു. തുടർന്ന് നടത്തിയ ചർച്ചയിലാണ് ലീഗിന് വനിതാ സീറ്റ് നൽകാൻ തീരുമാനിച്ചത്. ഐ വിഭാഗത്തിലെ നന്നമ്പ്ര മേഖലയിൽ നിന്നുള്ള ഭാരവാഹികളും ഇതിനായി സമ്മർദ്ദം ചെലുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിലും ബ്ലോക്കിലും ഇവിടെയാണ് കോൺഗ്രസിന് കൂടുതൽ സീറ്റുള്ളത്. കോൺഗ്രസിന്റെ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ മരവിപ്പിച്ചോ പകരം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ ഉൾക്കൊള്ളിക്കും. ലീഗിന്റെ മറ്റു 3 സ്ഥാനാർത്ഥികളെ മരവിപ്പിക്കുവാനും തീരുമാനിച്ചു. അതേസമയം എ ഗ്രൂപ്പുകാരനായ UDF ചെയർമാനെ സ്ഥാനത്തു നിന്ന് മാറ്റി പകരം ഐ ഗ്രൂപ്പിന് വേണമെന്നാണ് ഇവരുടെ ആവശ്യം. അതിന് ലീഗ് ഇടപെടാമെന്ന് ഉറപ്പു നൽകിയതായും അറിയുന്നുണ്ട്. പ്രവർത്തകർ ഐ വിഭാഗത്തിൽ നിന്നാണെന്നും അതിനനുസരിച്ചുള്ള പരിഗണന വേണമെന്നുമാണ് ഐ വിഭാഗത്തിന്റെ ആവശ്യം. നേരത്തെയുള്ള കീഴ്വഴക്കത്തിന്റെ പേരിലാണ് എ വിഭാഗം സ്ഥാനങ്ങൾ കൈയടക്കിയതെന്നും സ്ഥാനാർത്ഥികളെ പോലും തികച്ചു നിർത്താൻ പറ്റാത്തവരാണ് എന്ന് ബോധ്യപ്പെട്ടതായും ഐ വിഭാഗം ആരോപിച്ചു. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ എ ഗ്രൂപ്പുമായി ഒരു സഹകരണവും വേണ്ടെന്ന നിലപാടിലാണ് ഐ വിഭാഗം. ഈ മാസം 28-ന് കൊടിഞ്ഞി GMUP സ്കൂളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 10 സീറ്റിലേക്ക് LDFും മത്സരിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുരങ്ങാടി.